ഗണ്യമായ കുറവുണ്ട്. നമ്മളതിന്റെ കണക്ക് തന്നെ പറഞ്ഞായിരുന്നു. മഴയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ പഠിച്ച, നിങ്ങളൊക്കെ എന്നെക്കാൾ ജൂനിയേഴ്സ് ആയതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല. മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുക. മഴക്കാർ കാണുമ്പോൾ മയിലാണ് കൗതുകത്താൽ നൃത്തം ചെയ്യുന്നു. ഇപ്പം മഴക്കാർ വാനിലേറുമ്പോൾ മന്ത്രി ആടുന്നു കൗതുകാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി എഴുതാം. മഴയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇത് ഇന്ത്യ രാജ്യത്തും ലോകത്തു തന്നെയുള്ളൊരു പ്രതിഭാസമാണ് ഈ മഴ കുറയുമ്പോൾ വരുന്ന രണ്ട് കാര്യം. ഒന്ന്, ജലലഭ്യത കുറയുന്നു. നമ്മളെ വൈദ്യുതി പദ്ധതി, ജലവൈദ്യുത പദ്ധതികളിലെ ജലശേഷി കുറയുന്നു. അപ്പോൾ നമുക്ക് ഉൽപ്പാദനം കുറയും. വേറൊരു കാര്യം, മഴ കുറയുമ്പോൾ ചൂട് കൂടും. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ സയൻസ് ആണ്. അപ്പം നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നു. ഇത് രണ്ടുമാണ്. അതിൻ്റെ രണ്ട് സൈഡിലെ എഫക്റ്റ് നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നു. പരിഹരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട്, കേരളത്തിന് കിട്ടുമായിരുന്ന 4.29 പൈസയ്ക്ക്, 4 രൂപ 29 പൈസയ്ക്ക് കിട്ടുമായിരുന്ന ദീർഘകാല കരാർ അത് റദ്ദാക്കപ്പെട്ടതാണ് ഇതിന്റെ ഒരു പ്രതിസന്ധി. 465 മെഗാവാട്ട്. അപ്പൊ നമ്മള് ഈ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് 1000 മെഗാവാട്ടിന് താഴെയാണ്. 600 മെഗാവാട്ടാണ് നമ്മളെ ക്രൂഷ്യൽ ടൈമിൽ, പീക്ക് അവറിൽ നമുക്ക് കുറവ് വരുന്നത്. ആ 425 മെഗാവാട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ നമ്മള് ഫുട്ബോളിന് ഉൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, നമുക്ക് പകൽ സമയത്ത് ഇഷ്ടം പോലെ വൈദ്യുതി ഉണ്ട്. എന്താണ് കാരണം? സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പകൽ സമയത്ത് ഉൽപാദനം കൂടുതലാണ്, ഉപയോഗം കുറവാണ് പകൽ സമയത്ത്. അതേ സമയത്ത് ഇത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല. രാത്രിയിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. പകല് ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത്, 1 പൈസയ്ക്ക് വരെ കിട്ടുന്നത്, രാത്രി നമ്മൾ 10 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയും കിട്ടാനില്ല, രാജ്യത്തൊട്ടാകെ വരുന്നത്. പിന്നെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വലിയ വേനൽക്കാലത്ത് കേരള ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആണെന്നുള്ളതല്ല വിഷയം, ഗവൺമെന്റ് അന്ന് വായ്പ വാങ്ങിയിരുന്നു. അത് കടം എന്ന് പറഞ്ഞാൽ പച്ചക്കടമാണ്. സാപ്പ് എഗ്രിമെന്റ് എന്ന് പറയും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വായ്പ വാങ്ങിയ വൈദ്യുതി കിട്ടും. അത് ജൂൺ 15 മഴ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വായ്പ വാങ്ങുന്നത്. അത് നമ്മൾ തിരികെ കൊടുക്കുകയാണ്. സെപ്റ്റംബർ 15 വരെ തിരികെ കൊടുക്കണം. ഏപ്രിൽ മാർച്ച് മാസങ്ങളിലേക്ക് വാങ്ങിയത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നമ്മൾ തിരികെ കൊടുത്തു തീർക്കണം. ഇതുവരെ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് അധിക വില കൊടുത്തു. പകൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ വാങ്ങുമ്പോൾ പകലും രാത്രിയിലേക്കാണ് വാങ്ങുന്നത്. അപ്പൊ വിൽക്കുന്ന ആളുകൾ പകൽ സമയത്ത് അവർക്ക് എടുക്കുന്നില്ലെങ്കിൽ, അവരുടെ സാധനം എടുക്കുന്നില്ലെങ്കിൽ അവര് വരാൻ കിട്ടില്ലല്ലോ. അപ്പൊ അവര് രാത്രിയും പകലും എടുക്കുന്ന സ്ഥാപനങ്ങളെയോ സംസ്ഥാനങ്ങളെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് കൊടുക്കുന്നത്. നമ്മളതുകൊണ്ട് രാത്രിയും പകൽ ആവശ്യമില്ലാത്തതും കൂടെ വാങ്ങാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതിനിപ്പം ഇന്നലെ കിട്ടിയിരിക്കുന്ന അനുവാദം കിട്ടിയിരിക്കുന്ന, കമ്മീഷൻ അനുവാദം കിട്ടിയിരിക്കുന്ന ആ സ്കീമിൽ നമ്മൾ